നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നതിന് തുല്യമാ. എന്നാ വേറെ ആരെയൊക്കെ ക്ഷണിച്ചാലും അത് സുശീലയെ ക്ഷണിക്കുന്ന പോലെ ആവില്ല ഇന്ദ്ര. ആ, നീ ഒന്ന് പൊയ്ക്കോ. പക്ഷേ ഇത് കൊണ്ടുപോണ്ട. പവന് 1,00,000 രൂപ വിലയുള്ള കാലത്ത് കൊണ്ടവരുടെ കുഞ്ഞിന് സ്വർണ്ണപ്പതക്കം കൊടുത്ത് നീ അങ്ങനെ വലിയ ആളാവണ്ട. എന്റെ അമ്മ അത് സ്വർണ്ണമൊന്നും അല്ല, 2 വെള്ളി വളകളാ. ഈ സമയത്ത് സ്വർണ്ണമൊക്കെ കൊടുക്കാൻ എന്റെ കയ്യിലിവിടുന്ന കാശ്. ആ, അവനവനെ കരുതി ജീവിച്ചാ കൊള്ളാം. അല്ല, നിന്റെ ഭാര്യ ഇപ്പൊ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് സ്വർണ്ണവള തന്നെ വാങ്ങിപ്പിച്ചേനെ. അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ പോവാണെങ്കിൽ നാളെ തന്നാ മതി. ആ, നോക്കാം. ആ, നല്ല വെള്ളിയോളയാ വാങ്ങിച്ചത്. ഇവറ്റകൾക്ക് ഇതൊക്കെ മതി. അല്ല പിന്നെ ഇവറ്റകൾക്ക് ഇതുപോലും കൊടുക്കരുത്. നീ അച്ഛനോട് പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു മഞ്ചാടി. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉള്ളപ്പോ നിനക്ക് ആവശ്യമില്ലാത്ത ഭയത്തിന്റെ കാര്യമൊന്നുമില്ല. നീ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ലോകത്ത് നടക്കുന്നതെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ മോളെ? മഞ്ചാടി അവളുടെ അഭിപ്രായമല്ലേ ചേച്ചി പറഞ്ഞത്. പണ്ട് നമ്മളൊക്കെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ എല്ലാത്തിനും യെസ് മൂളിയതുപോലെ മഞ്ചാടിയും ചെയ്യണമെന്നും എനിക്ക് അഭിപ്രായമില്ല. അപ്പോ നമ്മുടെ അച്ഛൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അച്ഛനെ കുറിച്ച് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഒന്നും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും അച്ഛനോട് നമ്മൾ തുറന്നു പറഞ്ഞില്ലെന്നാ ഞാൻ പറഞ്ഞത്. അന്ന് അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ ചിലത് മനസ്സിലടക്കി വെച്ചതിൽ എനിക്കിന്ന് വലിയ നഷ്ടബോധമുണ്ട്. ചിലപ്പോ ഞാനെന്തിന്റെ ഇഷ്ടത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അച്ഛനത് സമ്മതിക്കുമായിരുന്നു. ഒരു വാക്ക് പറയാതെ പോയതിന്റെ പേരിൽ ആർക്കും ഇനി ഒന്നും നഷ്ടപ്പെടരുത്. കഴിഞ്ഞതൊക്കെ പോട്ടെ ചേരൂ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മഞ്ചാടി മോള് അവളുടെ അഭിപ്രായം അച്ഛനോട് തുറന്നു പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലേ ചേച്ചി? അതുകൂടി കണക്കിലെടുത്ത് അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാന്ന് കൂടി മഞ്ചാടി പറഞ്ഞല്ലോ. ഇതൊക്കെ അച്ഛനെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കുവെന്ന്. അതിനുശേഷം ഇതുവരെ അച്ഛനൊരു തീരുമാനം എടുക്കാൻ പറ്റിയോ? ഇനിയും താമസിച്ച സച്ച് സാർ എന്ത് വിചാരിക്കും? അവരെത്ര വേണമെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കുന്നത് തന്നെയാ ചേച്ചി നല്ലത്.